ഇന്ന് 6 മണിക്ക് തന്നെ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇന്ന് ഇൻസെൻറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരത്തെ തന്നെ ഇറങ്ങിയത്. ഓൺലൈനായിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നത്. ടീ ലോഞ്ചിൽ നിന്ന് 55 രൂപേൻ്റെ ഓർഡറാണ് ഫസ്റ്റ് ഓർഡറായിട്ട് അടിച്ചേക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 90 രൂപേൻ്റെ ഓർഡറാണ് അടുത്ത് അടിച്ചത്. അതും ഒരു 1.5 ട്രിപ്പാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ് ഇവിടെയും തുടങ്ങിയേക്കുന്നത്. അതെന്താണെന്ന് കാണിച്ചു തരാം. വലിയൊരു ടൗണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു റൂമോ വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു മുറി മതി. പിന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഇതങ്ങനെ ഒരു ഷോപ്പാണ്. ഇവർക്ക് ജസ്റ്റ് ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. ടേബിളും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓൺലൈൻ ത്രൂ ആണ് ഒരു ബിസിനസ് നടക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ സ്പേസ് മതി ബിസിനസ് തുടങ്ങാൻ. ഓൺലൈൻ ഫുഡ് ആപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ ഓർഡർ അടിക്കും. അങ്ങനെ ഓർഡർ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവർ വന്ന് കളക്ട് ചെയ്ത് പോയിക്കോളും. അങ്ങനെ നല്ലൊരു ഓപ്ഷനാണത്. അവസാനത്തെ ഓർഡർ ഒരു 1.5 ട്രിപ്പും അതുപോലെ തന്നെ ഔട്ട് ഓഫ് സോൺ ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ ഏണിങ്സ് കിട്ടാനുണ്ട്. ഏകദേശം 33 രൂപയാണ് റിട്ടേൺ ഏണിങ്സ്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. തിരിച്ച് സോണിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ വീണ്ടും ഒരു 1.5 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആ ഓർഡർ ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഏകദേശം 12 കിലോമീറ്റർ ഓടാനുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് മെൽറ്റ് ആവാണ്ട് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഇത്രയും ലോങ്ങിലേക്കൊക്കെ കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും ദൂരം കിട്ടണമെന്നില്ല ചില കേക്കുകൾ. ഞാൻ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. അതൊരു 1.5 ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺ ഏണിങ്സ് 47 രൂപ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടാനുള്ള ഓർഡറാണ് ഇത്. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഏകദേശം ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഏണിങ്സ് ആണിത്.